ഓക്കെ 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 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു, സർക്കുലേറ്ററി സിസ്റ്റം എടുത്തു. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. കൂട്ടത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പറയുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഞാനിത് NCERT വെച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +1 ബയോളജിയിൽ ഒരു ചാപ്റ്റർ ആണ് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യനും വരാൻ പോകുന്നത്. അപ്പോൾ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ശേഷം, മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ശേഷം നമ്മുടെ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കും? അമോണിയ ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ അയൺസ് ലൈക്ക് Na+K+Cl- ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര നമ്മൾ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ മൂന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നൈട്രജൻ കണ്ടെയ്ൻ ആണ്, അല്ലെങ്കിൽ ഇതിന് നൈട്രജനസ് വേസ്റ്റ് എന്ന് പറയാം. ഇതിൽ നൈട്രജൻ ഇല്ല, നോൺ നൈട്രജീനസ് വേസ്റ്റ് എന്ന് പറയാം. ഈ നൈട്രജീനസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പോയിസണസ് ആണ് ബോഡിക്ക്. അത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാനികരമാണ്. ഇനിയിപ്പോ ഇത് പുറന്തള്ളുന്നതിന്റെ ബേസിൽ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു അമോണിയ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അമോണിയ കൂടുതലായിട്ട് ബാക്കി രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമോണിയ കൂടുതലായിട്ട് പുറന്തള്ളുന്ന ടൈപ്പിനെ ആനിമൽസിനെ നമുക്ക് അമോണിറ്റെലിക് എന്ന് പറയാം. ഓക്കെ, എന്താണ്? അമോണിയ കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ ഈസ് അമോണിയോടെലിസം. മെനി ബോണി ഫിഷ്, അക്വാട്ടിക് ആംഫീബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട് എന്ത് ചെയ്യുന്നു? ഇത് പുറന്തള്ളുന്നു. ഇതിനെ നമുക്ക് അമോണോടെലിക് ആനിമൽസ് എന്ന് പറയാം. ഇനി അതേസമയം ബാക്കി രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ യൂറിയയാണ് കൂടുതൽ പുറന്തള്ളുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ യൂറിയോടെലിക് എന്ന് പറയാം. മനുഷ്യരിൽ ഉൾപ്പെടുന്ന മിക്ക മമ്മൽസും യൂറിയോടെലിക് ആണ്. ഓക്കെ, അതേസമയം യൂറിക് ആസിഡ് ആണ് പുറന്തള്ളുന്നതെങ്കിൽ, എക്സസീവ് ആയിട്ട് യൂറിക് ആസിഡ് ആണ് പുറന്തള്ളുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിന് യൂറിക്കോടെലിക് എന്ന് പറയാം. ഇത് ഏറ്റവും ബേസ് ആയിട്ട് ഞാൻ പറയാൻ നോക്കുകയാണ്. എത്രത്തോളം കണക്ട് ആവുമെന്ന് അറിയത്തില്ല, കാരണം ഇത് ബയോളജി ഒക്കെ പഠിച്ചവർക്ക് ചിലപ്പോൾ ഓക്കെയാണ്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് നിങ്ങളിത് മനസ്സിലാക്കി, ഇന്നതാണ് സാധനം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതാണ് യൂറിക്കോടെലിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മനുഷ്യന്റെ കുറച്ച് കേസ് പഠിക്കണം, അതുപോലെ ആനിമൽസിന്റെ കുറച്ച് കേസ് പഠിക്കണം. ആദ്യമേ നമുക്ക് ചില ആനിമൽസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാന്ന് പഠിക്കണം. നമ്മൾ ആനിമൽ കിങ്ഡം എടുത്തപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഫ്ലെയിം സെല്ലുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാറ്റി ഹെൽമന്ത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ കേട്ടാ, മലയാളത്തിൽ കിടപ്പുണ്ട്. ഫ്ലെയിം സെല്ലുകൾ പ്ലാറ്റി ഹെൽമന്തസിന്റെ കേസിലാണ്. അതുപോലെ നെഫ്രീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? എർത്ത് വോമിന്റെ എന്താണ്? എക്സ്ക്രീറ്ററി അവയവമാണ്. അതുപോലെ തന്നെ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, കോക്രോച്ച് പോലെയുള്ള നമ്മുടെ എന്താണ് ഇൻസെക്റ്റുകളുടെ എക്സ്ക്രീറ്ററി അവയവമാണ് മാൽപീജിയൻ ട്യൂബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. നമുക്കറിയാം കിഡ്നി ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. കിഡ്നീനെ പറ്റി കുറെ സാധനം നമുക്ക് നോക്കാനുണ്ട്. ആദ്യമേ കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 കിഡ്നിയാണുള്ളത്. ഈ 2 കിഡ്നിയുടെ മുകളിലായിട്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. നമ്മൾ മറ്റേ ഗ്ലാൻഡിനെ പറ്റിയുള്ള എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. അതിനകത്ത് ഈ സാധനം എടുത്താണ് ഈ അഡ്രീനൽ ഗ്ലാൻഡിനെ പറ്റി പറഞ്ഞാൽ. അപ്പൊ ഇനി കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയത്തില്ല. 2 കിഡ്നിയാണുള്ളത്. ഇതിന്റെ കളർ ഏകദേശം റെഡിഷ് ബ്രൗൺ ആണ്.
അതുപോലെ ബീനിന്റെ ഷേപ്പ് ആയിരിക്കും, പയറുമണിയുടെ ഷേപ്പ് ആയിരിക്കും. ഇത് എവിടെയാ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊറാസിക് റീജിയനിലാണ് കാണുന്നത്. ഓക്കെ. ഇനി ഈ കിഡ്നീനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ പാർട്ട്, ഇന്റേണൽ പാർട്ട് ഞാൻ പറയാം, എന്നാലും പുറത്ത് കിടക്കുന്ന രണ്ട് കിഡ്നി ഉണ്ട്. ഈ കിഡ്നീനെ കണക്ട് ചെയ്യുന്ന യൂറിയ നമ്മുടെ യൂറിനറി ബ്ലാഡറിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ട്യൂബ്സിനെ നമുക്ക് പറയുന്ന പേരാണ് യൂറിറ്റർ എന്ന് പറയും. രണ്ട് കിഡ്നിയിൽ നിന്നും യൂറിനറി ബ്ലാഡറിലോട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് യൂറിറ്റർ. അതേസമയം ഈ കാണുന്ന സഞ്ചി ഷേപ്പ് അതിനെന്തെന്ന് പറയും? യൂറിനറി ബ്ലാഡർ എന്ന് പറയും. ഇത് പുറന്തള്ളുന്ന ആ പോർഷൻ എന്തെന്ന് പറയും? യൂറിത്ര എന്ന് പറയും. അപ്പൊ ഇതാണ് കിഡ്നീനെ പറ്റി പറയാനുള്ളത്. കിഡ്നീന്റെ ഉള്ളിന്റെ ഭാഗം ഇപ്പൊ ഞാൻ പറയും, ഇന്റേണൽ സ്ട്രക്ചർ പറയും. എന്നാലും ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ പറയാനുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ള സ്ട്രക്ചർ. ഇനി നമുക്കറിയാം ഈ കിഡ്നീന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിഡ്നിയിൽ ഇഷ്ടംപോലെ മില്യൺ കണക്കിനായിട്ട് ചെറിയ ചെറിയ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺ കാണും. ഓക്കെ, നെഫ്രോൺ കാണും. ഇനി നെഫ്രോൺ അല്ലാതെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, കിഡ്നിയുടെ ഉള്ളിലെ പാർട്ടിനെ, അതായത് നമുക്ക് കിഡ്നീനെ ഇങ്ങനെ തരം തിരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ പാർട്ട്, ഓക്കെ, ഉള്ളിലെ പാർട്ടിനെ നമുക്ക് മെഡുല എന്ന് പറയാം. ഇന്റേണൽ പാർട്ടിന് എന്തെന്ന് പറയാം? മെഡുല എന്ന് പറയാം. അതേസമയം എക്സ്റ്റേണൽ ആയിട്ട് കിടക്കുന്ന പാർട്ടിന് നമുക്ക് കോർട്ടക്സ് എന്ന് പറയാം. ഔട്ടർ പാർട്ട് കോർട്ടക്സും ഇന്നർ പാർട്ട് മെഡുലയും. ഓക്കെ, ഔട്ടർ പാർട്ട് കോർട്ടക്സും ഇന്നർ പാർട്ട് മെഡുലയുമാണ് ഉള്ളത്. ഇനി ഈ കോർട്ടക്സിന്റെയും മെഡുലയിന്റെയും അകത്ത് നമുക്ക് വേറെ സ്ട്രക്ചറുകൾ കാണാൻ പറ്റും. അപ്പൊ മെഡുലയുടെ അകത്ത് നമുക്കിത് ഈ പിരമിഡ് പോലെ കാണുന്ന ഓക്കെ, എന്താണിത്? ഈ കാണുന്ന പിരമിഡ് ലൈക്ക് സ്ട്രക്ചറിനെ നമുക്ക് മെഡുലറി പിരമിഡ് എന്ന് പറയാം. പിരമിഡ് ലൈക്ക് സ്ട്രക്ചറിനെ എന്തെന്ന് പറയാം? മെഡുലറി പിരമിഡ് എന്ന് പറയാം. ഇനി ആ മെഡുലറി പിരമിഡ് ഒരു ട്യൂബ് വഴി കണക്ട് ആയിട്ട് ഇവിടെ ഒരു സ്പേസിൽ വന്ന് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ അടിയും. ഇതാണ് പിന്നീട് മറ്റേ യൂറിറ്റർ വഴി ബ്ലാഡറിലോട്ട് എത്തുന്നത്. അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഇവിടെ വന്ന് അടിഞ്ഞിട്ട്, യൂറിയ ഇവിടെ വന്ന് അടിഞ്ഞിട്ട് ഇതാണ് താഴോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനെ, ഈ നടുക്ക് കാണുന്ന പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് റീനൽ പെൽവിസ്. എന്താണ്? റീനൽ പെൽവിസ്. പെൽവിസ് എന്ന് പറയും. പെൽവിസ് എന്ന് പറയും. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ട് കോർട്ടക്സ് ആണ്, ഈ പാർട്ട് കോർട്ടക്സ് ആണ് അല്ലെ? ഈ കോർട്ടക്സും രണ്ട് പിരമിഡുകൾക്കിടയിലുള്ള ഈ റീനൽ കോളത്തിനെ നമ്മൾ പറയുന്ന പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് പിരമിഡുകൾക്കിടയിലുള്ള ഈ റീനൽ കോളം ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് കോളം ഓഫ് ബർട്ടീനി എന്ന് പറയും. ഓക്കെ, രണ്ട് മെഡുലറി പിരമിഡിന്റെ ഇടയിൽ കാണുന്ന ഒരു കോളം ലൈക്ക് സ്ട്രക്ചർ ഈ നമ്മുടെ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ റീനൽ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഐ തിങ്ക് ബ്ലഡ് സർക്കുലേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോളം ഓഫ് ബർട്ടീനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോട്ടക്സിനകത്ത് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന കുറെ സ്ട്രക്ചറുകൾ കാണാം, മില്യൺ കണക്കിന് സ്ട്രക്ചർ കാണാം. അതാണ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്ന നെഫ്രോണുകൾ. ഓക്കെ, നെഫ്രോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യമായി നമുക്ക് കിഡ്നി നോക്കാം. ഇനി ഇതിനകത്ത് ബ്ലഡ് കൊണ്ട് എത്തിക്കുന്ന പാർട്ട്, ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും? റീനൽ ആർട്ടറി എന്ന് പറയും. ഓക്കെ, ബ്ലഡ് പുറത്തോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിനെ റീനൽ വെയിൻ എന്ന് പറയും, ഞരമ്പുകളെ. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള നെഫ്രോണിന്റെ സ്ട്രക്ചറാണ്. എന്താണ് നോക്കാനുള്ള? നെഫ്രോണിന്റെ സ്ട്രക്ചറാണ്. നെഫ്രോണിന്റെ സ്ട്രക്ചർ നോക്കി കഴിയുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കുരുക്ക് പോലെ വരച്ച സ്ട്രക്ചറിനെ ഒന്ന് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് നെഫ്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്ന നെഫ്രോൺ. ഈ നെഫ്രോൺ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറാണ്. ആ മഞ്ഞ പോലത്തെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നിങ്ങൾക്ക് നെഫ്രോൺ എന്ന് പറയുന്നത്. ഈ നെഫ്രോണിന്റെ പാർട്ടിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇത്രയും പാർട്ടിനെ, ഈ ഒരു പോർഷനെ നമുക്ക് മാൽപീജിയൻ കോർപ്പസ്ക്യൂൾസ് എന്ന് പറയും. മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്ന് പറയും. അതേസമയം ഈ ഒരു പോർഷനെ
നമുക്ക് റീനൽ ട്യൂബിൾസ് എന്ന് പറയും. മുകളിൽ കാണുന്ന പോർഷൻ നമുക്ക് എന്തെന്ന് പറയാം? മാൽപീജിയൻ ക്യാപ്സ്യൂൾ എന്ന് പറയാം. താഴെ കാണുന്നതിനെ റീനൽ ട്യൂബ്സ് എന്ന് പറയും. ഇനി ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നെഫ്രോണിന്റെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് മാൽപീജിയൻ ക്യാപ്സ്യൂൾ, രണ്ടാമത്തെ എന്താണ്? റീനൽ ട്യൂബ്. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കാൻ പോണ മാൽപീജിയൻ ക്യാപ്സ്യൂളിൽ എന്തൊക്കെയാണ് ഉള്ളത്. ഇതാണ് മാൽപീജിയൻ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്നറിയപ്പെടുന്ന നമ്മുടെ എന്തിന്റെ പാർട്ട്? നെഫ്രോണിന്റെ പാർട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്പാനറിന്റെ ഇങ്ങനത്തെ പോർഷൻ, സ്പാനർ കണ്ടിട്ടില്ലേ? സ്പാനറിന്റെ ആ മുകളിലത്തെ ഹെഡ് പോലത്തെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്പാനറിന്റെ ഹെഡ് കണക്കിലുള്ള ഒരു മുകളിലത്തെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പറയുന്ന ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഈ ഒരു പോർഷൻ നമ്മൾ എന്താ പറയും? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. അപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്തിന്റെ പാട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്രോണിന്റെ പാട്ട്. നെഫ്രോൺ എന്തിന്റെ പാട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നിന്റെ പാട്ട്. ഓക്കെ, കണക്റ്റഡ് ആണ്, അല്ലാതെ കാണാതെ പഠിക്കേണ്ട. ഇതാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി ഇതിലോട്ട് വന്ന് വീഴുന്ന, ഓക്കെ, ഇതിനകത്ത് ഒരു മിനിറ്റ് അവിടെ എഴുതിയിട്ടുണ്ടാകും, ഒന്നൊന്ന് നോക്കിക്കോട്ടെ. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഇല്ല ഇല്ല എഴുതിട്ടില്ല, എഴുതിട്ടില്ല. ഓക്കെ, ഇവന്മാര് ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളേ. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർട്ടിയോൾ, ആർട്ടറി കിടപ്പുണ്ട്. ഇതിന്റെ എന്താ പറയാ, ഇതിലൂടെയാണ് ബ്ലഡ് അകത്തോട്ട് കിടക്കുന്നത്. ആ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടറി ഉണ്ട്. അതിന്റെ പേരാണ് അഫറന്റ് ആർട്ടിയോൾ എന്ന് പറയും. ഇതിലൂടെയാണ് ബ്ലഡ് ഇതിനകത്തോട്ട് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ പിണഞ്ഞ് പിണഞ്ഞ് കിടക്കുന്ന സ്ട്രക്ചർ ഉണ്ട്. ഇതിനാണ് നമ്മൾ ക്യാപ്പിലറീസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ വേറെ കിഡ്നീന്റെ കേസിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോമെലുറ. ഗ്ലോം ഒരു മിനിറ്റ്, അവിടെ സ്പെഷ്യലി അപ്പുറത്ത് കിടപ്പുണ്ട്. ഗ്ലോമർക്യുലാർ എന്ന് പറയും. ഇതാ, ആ ഗ്ലോമറുലാർ എന്ന് പറയും. ഗ്ലോമറുലാർ എന്ന് പറയും. ആ ക്യാപ്പിലറി ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? ഗ്ലോമർ ഗ്ലോമറുലാർ എന്ന് പറയും. ഓക്കെ, അഫറന്റ് ആർട്ടിയോൾസ്. അഫറന്റ് ആർട്ടിയോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡ് ഇൻടേക്ക് ഉള്ളിലോട്ട് വരുന്ന ആർട്ടിയോൾസിനാണ് അഫറന്റ് ആർട്ടിയോൾ. ഇത് പുറത്തോട്ട് വരുന്നതിന് എഫറന്റ് ആർട്ടിയോൾ എന്ന് പറയും. എനിക്ക് ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം രണ്ടിന്റെയും എന്താ പറയുന്ന ആ വാവട്ടം അല്ലെങ്കിൽ ഏരിയ കുറവാണ്. രണ്ടിന്റെയും ആ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂള് നമ്മൾ പറഞ്ഞു, പിന്നെ പറഞ്ഞ അഫറന്റ് ആർട്ടിയോൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ മാൽപീജിയൻ കോർപ്പസ്ക്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി റീനൽ കോർപ്പസ്ക്യൂൾ ഉണ്ട്, റീനൽ ട്യൂബിൾസ് ഉണ്ട്. റീനൽ ട്യൂബിൾസിന്റെ കേസിൽ നമുക്ക് രണ്ട് മൂന്ന് സാധനം പഠിക്കാനുണ്ട്. ഓക്കെ, റീനൽ ട്യൂബിൾസ്. ഓക്കെ, റീനൽ ട്യൂബിൾസിന്റെ കേസിൽ നിങ്ങൾ നോക്കുമ്പോൾ റീനൽ ട്യൂബിൾസ് ഞാൻ വരച്ച് ഓർത്ത് വെക്കണം. റീനൽ ട്യൂബിൾസ് എന്ന് പറയുമ്പോൾ ട്യൂബ്സ് ആണ് മെയിനായിട്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്. പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ്, അതായത് പ്രോക്സിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത്, അതായത് നിങ്ങൾ ഈ കാണുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഒക്കെ അടുത്തായിട്ട് കോൺവല്യൂട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന പോർഷനെ, ട്യൂബുകളിനെ പറയുന്ന പേരാണ് പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇത് റീനൽ ട്യൂബുകളിന്റെ പാർട്ടാണ്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. അതിനെ പറയുന്ന പേരാണ് ഹെല്ലി ലൂപ്പ്. ഇത് താഴോട്ട് വരുന്ന പാർട്ടുണ്ട്, മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലത്തെ പാർട്ടുണ്ട്. അപ്പൊ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെല്ലി, മറ്റേത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെല്ലി. ഓക്കെ, ഇതാണ് ഹെല്ലി ലൂപ്പിന്റെ പാർട്ടായിട്ട് വരുന്നത്. ഇനി ഈ കാണുന്ന യു ഷേപ്പിനെ നമുക്ക് പറയുന്ന പേരെന്താണ്? വാസാറക്റ്റ. ഓക്കെ, ഇനി അത് കഴിയുമ്പോൾ ഇപ്പുറത്തെ പാർട്ട് മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദൂരെയായിട്ട് കിടക്കുന്ന, സോ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് പിണഞ്ഞു കിടക്കുന്ന ട്യൂബ്യൂൾ. ഇതാണ് റീനൽ ട്യൂബ്യൂളിൽ വരുന്നത്. അപ്പൊ റീനൽ ട്യൂബ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബുകൾ, ഹെല്ലി ലൂപ്പ്, പിന്നെന്താണ്
ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബുകൾ. ഇങ്ങനെ 3 പാർട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഇനി നമ്മുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ജനറലൈസ് ചെയ്ത് പറയാം. അപ്പോൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ, മനുഷ്യന്മാരിൽ യൂറിൻ ഫോർമേഷൻ നടക്കുന്ന 3 ഫേസ് ആണെന്ന് പറയാം. 3 ഫേസ് അല്ലെങ്കിൽ 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറയാം. ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. ഒന്നാമത്തെ പ്രോസസ്സ് എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. രണ്ടാമത്തത് സെലക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നു. ആ ടേമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റീഅബ്സോർപ്ഷൻ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ഓക്കെ. മൂന്നാമത്തത് സെക്രീഷൻ. മൂന്നാമത്തെ എന്താണ്? സെക്രീഷൻ, പുറന്തള്ളുന്നു. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 3 ഫേസ് ആണ് നമ്മുടെ യൂറിൻ ഫോർമേഷനുള്ള. ഒന്ന് അൾട്രാ ഫിൽട്രേഷൻ, രണ്ടാമത്തത് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ, മൂന്നാമത്തത് സെക്രീഷൻ എന്ന് പറയും. മൂന്നാമത്തെ സെക്രീഷൻ. ഈ അൾട്രാ ഫിൽട്രേഷന് നമുക്ക് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. കാരണം ഇത് നടക്കുന്നത് മാൽപീജിയൻ ക്യാപ്സ്യൂളിലാണ് നടക്കുന്നത്. സോ അങ്ങനെ പറയാം. ഇനി എന്താണ് അവിടെ ബേസിക് ആയിട്ട് സംഭവിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കണമെങ്കിൽ NCERTന്റെ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. NCERTന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ബേസിക് ആയിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുമ്പോൾ ബ്ലഡ് അഫറന്റ് ആർട്ടിയോളിൽ കൂടി വരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഏരിയ കുറയുകയാണ്, അല്ലെ? ഏരിയ കുറയാണ്. ഇതിന് ഒഴുകാനുള്ള ഏരിയ കുറയാണ്. ഏരിയ കുറയുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കൂടും, അല്ലെ? പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുന്നതിന്റെ ഫലമായിട്ട് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് പ്രഷർ കൂടുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ നോക്കുമ്പോൾ അഫറന്റ് ആർട്ടിയോള് എഫറന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏരിയ കുറഞ്ഞു, പുറത്തോട്ട് വരുമ്പോൾ ഏരിയ കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഇത് പുറത്തോട്ട് തള്ളപ്പെടും. ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലോട്ട് തള്ളപ്പെടും. ആ ഏരിയ കുറഞ്ഞിട്ട് പ്രഷർ കൂടുന്നതിന്റെ ഫലമായിട്ട്. അങ്ങനെ എന്തൊക്കെ അവിടെ തള്ളപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചില അയോൺസ് അല്ലെങ്കിൽ ചില സോൾട്സ് പുറത്തോട്ട് വരും. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് വരും. ഓക്കെ. അമിനോ ആസിഡ് വരും. ഓക്കെ. ദെൻ വാട്ടർ വരും. ഓക്കെ. ദെൻ നൈട്രജൻ വേസ്റ്റുകൾ വരും. ഓക്കെ. അപ്പോൾ ഇതൊന്നും അല്ല സംഭവിക്കുന്ന, ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ വരും. പക്ഷെ അതിനെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ആവശ്യമുള്ള സാധനം മാത്രം ഇവിടെ ഈ ഭാഗത്ത് അക്യൂമുലേറ്റ് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അഫറന്റ് വെസല് ഇന്ന് ഇതിലോട്ട് കയറുമ്പോൾ ഏരിയ കുറയും. ഏരിയ കുറയുന്നതിന്റെ ഫലമായിട്ട് പ്രഷർ കൂടും. അപ്പൊ ഈ പ്രഷർ കൂടുമ്പോഴത്തേക്ക് ബ്ലഡിലെ നമ്മുടെ ഫ്ലൂയിഡ് സ്ട്രക്ചർ ആയിട്ടുള്ള പ്ലാസ്മയോടൊപ്പം വേസ്റ്റുകൾ ഈ പറയുന്ന ബൊമാൻസ് ക്യാപ്സ്യൂളിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് പ്രഷർ കൂടുന്നതിന്റെ ഫലമായിട്ട്. അപ്പോൾ ഇതില് എന്ത് ചെയ്യുന്നു? ചില പെർട്ടിക്കുലർ സാധനംസ് മാത്രം ഇതെന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് ഇവിടെ എത്തിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം നമുക്ക് കളയേണ്ട സാധനങ്ങളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അമിനോ ആസിഡും ഗ്ലൂക്കോസൊക്കെ ആവശ്യമുള്ളതാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് കളയാൻ പറ്റത്തില്ല. അത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യണം, തിരിച്ച് വീണ്ടെടുക്കണം. ഓക്കെ. അത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, അതുപോലെ തന്നെ ചില ലവണങ്ങൾ, അതുപോലെ വെള്ളം, മാക്സിമം വെള്ളം ഒക്കെ നമുക്ക് റീഅബ്സോർബ് ചെയ്യണം. മാക്സിമം വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 180 ലിറ്റർ പെർ ഡേ ആണ് ആ ഒരു ഫിൽറ്ററിന്റെ അകത്ത് കളക്ട് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് നമ്മൾ യൂറിനായിട്ട് കളയുന്നത് ഏകദേശം 1.5 ലിറ്റർ ആണ് ഡെയിലി നമ്മൾ കളയുന്നത്. അപ്പൊ അത്രയും 178 സംതിങ്
തിരിച്ച് അബ്സോർവ് ചെയ്യാണ്, റീ അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ റീ അബ്സോർവ് ചെയ്യും. അതെവിടെയാണ് നടക്കുന്നത്? അത് മറ്റേ റീനൽ ട്യൂബുകളിലാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞ റീനൽ ട്യൂബുകളിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ, അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ചില ലവണങ്ങൾ, ഇതെല്ലാം തിരിച്ച് അബ്സോർവ് ചെയ്യുന്നു. ഇതിനാണ് സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് എന്താ? സെക്രീഷൻ. സെക്രീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പുതിയ സബ്സ്റ്റൻസുകൾ ഈ യൂറിന്റെ കൂടെ ആഡ് ചെയ്യപ്പെട്ട് ഇത് പുറന്തള്ളുന്ന പ്രക്രിയ. ചില പുതിയ എന്താ പറയുന്നേ, നമ്മുടെ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്യുന്നു യൂറിന്റെ കൂടെ ബൈ ദ വോൾ ഓഫ് റീനൽ ട്യൂബ്യൂൾസ്. എന്നിട്ട് ഇത് പുറന്തള്ളുന്നു. ഇതിനാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. ഇത് നിങ്ങളുടെ നെഫ്രോണിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓക്കെ ആയിട്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ഇത് പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബുകൾ, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബുകൾ, ലൂപ്പ്, ഹെല്ലീസ് ലൂപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം മാക്സിമം സയൻസിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണേന്ന് നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ബയോളജിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നറിയാം. അപ്പൊ ഒരുപാട് ഡീപ്പായിട്ട് കയറി പോയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബേസ് അറിഞ്ഞു വെക്കണം. അപ്പോൾ ആ ഒരു ബേസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഒപ്പം കുറച്ചുകൂടി ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇതൊരു ബേസ് ആയിട്ട് വെച്ചിട്ട് കുറച്ചുകൂടി വായിക്കുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, അപ്പോൾ ഓക്കെ ആയിട്ട് കിട്ടും.